നമസ്കാരം. ചബഹാർ തുറമുഖ നടത്തിപ്പിനായുള്ള കരാറിൽ ഇറാനുമായി ഇന്ത്യ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെ ഉപരോധ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനുമായി വ്യാപാര ബന്ധം ആലോചിക്കുന്ന ആർക്ക് നേരെയും ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ചയായിരുന്നു ഇന്ത്യയും ഇറാനും തമ്മിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചത്. ഇസ്രയേലിനെതിരായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്ക ഇറാൻ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള ഈ ഭീഷണി കൂടി. നമ്മൾ പലപ്പോഴും രാജ്യങ്ങൾ പരസ്പരം ഉപരോധം ഏർപ്പെടുത്തുന്ന പല വാർത്തകളും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഉപരോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും രാജ്യം, അതുമല്ലെങ്കിൽ രാജ്യങ്ങളോ രാജ്യാന്തര സംഘടനയോ മറ്റൊരു രാജ്യത്തിന് മേൽ ഏർപ്പെടുത്തുന്ന സാമ്പത്തിക നിയന്ത്രണം അടക്കമുള്ള വിലക്കുകളെയാണ് ഉപരോധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കടുത്ത മനുഷ്യാവകാശ ധ്വംസനം, ആണവായുധത്തിന്റെ സംഭരണം, രാസായുധങ്ങളുടെ ഉപയോഗം തുടങ്ങിയ കാരണങ്ങളാണ് ഉപരോധം ഏർപ്പെടുത്താൻ പ്രധാനമായും ഉള്ളത്. എന്തായാലും വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദീർഘകാലം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ലോക സമൂഹം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉപരോധം എന്ത് എന്നതിന്റെ ഒരു നിർവചനമായി കൂടി നമുക്കിതിനെ കാണാൻ സാധിക്കും. എന്തായാലും ഈ തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ സ്പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും കഴിഞ്ഞ ദിവസമാണ് സുപ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചത്. ഇതാദ്യമായാണ് ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് അത് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ചബഹർ തുറമുഖത്തിന്റെ 10 വർഷത്തേക്കുള്ള നടത്തിപ്പ് കരാറാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള തുറമുഖമാണ് ഈ ചബഹാർ എന്ന് പറയുന്നത്. വലിയ ചരക്ക് കപ്പലുകൾക്ക് വേഗത്തിൽ സുരക്ഷിതമായി പ്രവേശനം സാധ്യമാക്കുന്ന തുറന്ന കടലിൽ സ്ഥിതി ചെയ്യുന്ന ചബഹറിന് ഇന്ത്യയുമായി ഏറ്റവും അടുത്തുള്ള ഇറാനിയൻ തുറമുഖം എന്നുള്ള വലിയ പ്രത്യേകത കൂടിയുണ്ട്. ആഗോള ചരക്ക് ഗതാഗതത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം തന്നെ നിർണായകമായ ഒരു റോൾ അത് ഇറാനും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ രണ്ട് മേഖലകളുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്നത് ഇന്ത്യ മാത്രമാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് ഒരു എളുപ്പ വഴി ഇതിലൂടെ വെട്ടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. മധ്യ ഏഷ്യൻ രാജ്യങ്ങളെയും യൂറോപ്പിനെയും തന്നെയാണ് ഇന്ത്യ ഈ പുതിയ തുറമുഖം ഏറ്റെടുത്തിപ്പ് നടത്തിപ്പിലൂടെ ലക്ഷ്യമിടുന്നതും. 10 വർഷം തുറമുഖത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യക്ക് കൂടി പങ്കാളിത്തം നൽകുന്ന കരാർ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വ്യാപാര നേട്ടങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത്. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുമായി വേഗത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്ന ഈ പാത പാകിസ്ഥാനെയും ചൈനയും ആശ്രയിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ ഇന്ത്യയെ വളരെയധികം സഹായിക്കുകയും ചെയ്യും. ചൈന സിൻജിയാങ്ങിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തേക്ക് സിൽക്ക് റോഡ് നിർമ്മിക്കുന്നുണ്ട്. തുടർന്ന് മധ്യേഷ്യൻ വിപണിയിലേക്ക് ചരക്ക് എത്തിക്കുക എന്നതാണ് ചൈനയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെങ്കിൽ അവർ വിഭാവനം ചെയ്യുന്ന ഒരു പദ്ധതി. ഇതിനെ മറികടക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതാണ് ഈ ചബഹാർ തുറമുഖം. മുംബൈയിലെ തുറമുഖത്ത് നിന്നും പുറപ്പെടുന്ന ചരക്കുകൾ കടൽ വഴി ചബഹാർ തുറമുഖത്തെത്തും. തുടർന്ന് കാസ്പിയൻ കടലിലെ ഇറാൻ തുറമുഖമായ ബന്ദാറെ അൻസലിലേക്ക് റോഡ് വഴി ചരക്കെത്തിക്കും. അവിടെ നിന്നും റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമായുള്ള കാസ്പിയൻ തുറമുഖമായ അസ്ട്രാഖാനിലേക്ക് എത്തും. അതിനുശേഷം റഷ്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും റെയിൽവേ വഴി യൂറോപ്പിലേക്കുമാണ് ചരക്ക് എത്താൻ പോകുന്നത്. ഇറാനുമായി കൈകോർത്തുകൊണ്ട് ചൈനയുടെ മുന്നേറ്റത്തെ തടയുക എന്നത് തന്നെയാണ് ഇന്ത്യ പ്രധാനമായും ഈ ഒരു കരാറിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതിനിടയിലാണ് ഈ വലിയ ഉപരോധ ഭീഷണിയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. അവരിത് ഇന്ത്യക്ക് നേരെ മാത്രം പ്രയോഗിക്കുന്ന ഒരു ആയുധമല്ല, മറിച്ച് അവർ നിലവിൽ ഏറ്റവും അധികം ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഇറാനുമായി ഏതൊക്കെ രാജ്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കരാറിൽ ഏർപ്പെടുന്നുവോ അവർക്കൊക്കെയും ഈ ഉപരോധം ബാധകമാണ് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വെല്ലുവിളിയോടുള്ള അല്ലെങ്കിൽ ഈ മുന്നറിയിപ്പിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഇന്ത്യ എന്താണോ പ്രതികരിക്കുന്നത്, ഈ കരാറുമായി മുന്നോട്ട് പോകാനാണോ, അല്ലെങ്കിൽ അമേരിക്ക നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പിനെ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളും മറ്റും അംഗീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതികരണം എന്ത് തന്നെയായാലും അത് ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം ചെറുതായിരിക്കില്ല.